ഈ വീഡിയോസിൽ നിങ്ങൾ കാണുന്നത് പ്രഷർ ഗ്രൗട്ട് ചെയ്യുന്നതാണ്. ഈ പ്രഷർ ഗ്രൗട്ട് ചെയ്യുന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രതലങ്ങൾ, കോൺക്രീറ്റ് റൂഫ് ചെയ്യും, ടാങ്കുകൾ ചെയ്യും, ലിഫ്റ്റ് പിറ്റ് ചെയ്യും, പ്ലാന്റർ ബോക്സ് ചെയ്യും, STP ടാങ്ക്, അങ്ങനെ കോൺക്രീറ്റ് ചെയ്തു വരുന്ന പ്രതലങ്ങളിൽ നമ്മൾക്ക് പിന്നീട് ഷട്ടറൊക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഹണി ക്രോംസുകളും ഹോളുകളും എല്ലാം കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം പണ്ട് ചെയ്ത് നോക്കി ലീക്കുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോഴൊക്കെ ചെറിയ ലീക്കുകളൊക്കെ കാണാൻ സാഹചര്യമുണ്ട്. ഈ ലീക്കുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ഫില്ലിങ് ശരിക്കും നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഗ്യാപ്പുകളിൽ കൂടിയാണ് ഈ ലീക്ക് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ആൾക്കാർ പുറമെ സിമെൻറ്റ് ഒക്കെ വെച്ച് ഫില്ല് ചെയ്ത് അടച്ചു വെക്കും. അത് പിന്നീട് ദോഷം ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രഷർ ഗ്രൗട്ടിങ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വർക്കുകൾ ചെയ്യണം. കാരണം ഇതിപ്പം ഗ്രൗട്ട് ചെയ്യുമ്പോൾ പായ്ക്കർ വെച്ച് ഗ്രൗട്ട് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൂടെ എല്ലാം കെമിക്കൽ ഫില്ലായി, എല്ലാ ഹോൾസിലും കൂടെ കെമിക്കൽ ഫില്ലായി വെളിയിൽ വരുന്നത് കാണാം. കെമിക്കൽ വെളിയിൽ വരുന്നത് കാണാം. ഇവിടെ ഇവർ യൂസ് ചെയ്യുന്നത് ഫോക്സ് റോക്കിൻ്റെ സിബസ് 100ഉം സിമെൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സിമെൻറ്റീഷ്യസ് കെമിക്കലാണ്. അതുവഴി എല്ലാ ഗ്യാപ്പുകളും ഇൻസൈഡ് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാത്ത ഹോളുകളെല്ലാം ഫില്ലപ്പ് ആവുകയും ലീക്കുകളെല്ലാം കംപ്ലീറ്റായി മാറാനും ഇടയാവും.